എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം സുരക്ഷാ ഭക്ഷണത്തിലും എന്ന ചാപ്റ്ററിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണിത്. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം. ഇത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് പോവാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടി ചെയ്താൽ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവുന്നതാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങ. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. മാങ്ങ സുലഭമായി ലഭിക്കുന്ന മാസങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ കാലഘട്ടത്തിലാണ്. ഇപ്പോഴൊക്കെ മാങ്ങ ലഭിക്കാറുണ്ട്. മാങ്ങ സുലഭമായി ലഭിക്കുന്ന മാസങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഈർപ്പമുള്ള സാഹചര്യത്തിലും ഉചിതമായ താപനിലയിലും പ്രവർത്തിക്കുന്ന ജീവികളാണ് സൂക്ഷ്മജീവികൾ. ഈർപ്പമുള്ള സാഹചര്യത്തിലും ഉചിതമായിട്ടുള്ള താപനിലയിലും പ്രവർത്തിക്കുന്ന ചില ജീവികളുണ്ട്. ഇവയെ നമ്മൾ സൂക്ഷ്മജീവികൾ എന്ന് പറയും. ചേമ്പിൻ തണ്ട് ഉപ്പിലിട്ട് വെച്ചാൽ വാടാനുള്ള കാരണം, ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചാൽ ചേമ്പിൻ തണ്ട് വാടാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവഹിക്കും. ഇതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും തണ്ട് വാടുകയും ചെയ്യുന്നു. നമ്മളൊരു ചേമ്പിൻ തണ്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വാടിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പ്രവഹിക്കുമ്പോൾ ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും തണ്ട് വാടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഉപ്പിന്റെയും പഞ്ചസാരയുടെയും ഗാഢലായനികളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾ പല വസ്തുക്കളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപ്പുവെള്ളത്തിലിട്ട് വെക്കാറുണ്ട്, പഞ്ചസാര വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. ഇങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളതാണ്. ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ അവയിലെയും അവയുടെ കൂടെയുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലെയും ജലാംശം ഉപ്പ് വലിച്ചെടുക്കും. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ ആ ഭക്ഷണ സാധനത്തിലെയും അവയുടെ കൂടെയുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളുടെയും ജലാംശം ഉപ്പ് വലിച്ചെടുക്കും. കോശദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ സൂക്ഷ്മജീവികൾ നശിച്ചു പോകും. കോശദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? സൂക്ഷ്മജീവികൾ നമുക്ക് നശിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഇതേ പ്രവർത്തനമാണ് പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ അവയിലെയും അവയുടെ കൂടെയുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലെയും ജലാംശം ഉപ്പ് വലിച്ചെടുക്കും. കോശദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഇതാണ് ഇവ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെയാണ് പഞ്ചസാരയിലും നടക്കുക. റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാനുള്ള കാരണം താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ സൂക്ഷ്മജീവികളാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ പ്രധാനമായിട്ടും കേടുവരുത്തുന്നത്. അപ്പൊ ഈ ഒരു റെഫ്രിജറേറ്റർ നമ്മൾ കാണുമ്പോൾ വളരെ തണുപ്പാണ്. അപ്പൊ ഈ ഒരു താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണപദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കേടുവരാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായി നടക്കുന്നത് ജീർണനമാണ്. ഈ ഒരു ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ ഏതൊരു വസ്തുവിലും നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ജീർണനം നടക്കും എന്നുള്ളത് തിരിച്ചറിയാം. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. നമ്മളൊന്ന് പാസ്ചറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാല് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് തിരിച്ചറിയാം. പാസ്ചറൈസേഷൻ രീതി ആവിഷ്കരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ. അപ്പോൾ പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത് ലൂയി പാസ്ചർ ആണ്. പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത് ലൂയി പാസ്ചർ. പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത് ലൂയി പാസ്ചർ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കുക.
15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാൽ ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രിയിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കും. പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവ നശിക്കുന്നു. ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഈ രീതിയെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയാം. അപ്പോൾ പാസ്ചറൈസേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാൽ എന്ത് ചെയ്യും, ചൂടാക്കും. എന്നിട്ട് ശേഷം 10 ഡിഗ്രിയിലേക്ക് വളരെ പെട്ടെന്ന് ഇതിനെ തണുപ്പിക്കുക. 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കി 30 സെക്കൻഡ് ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കും. പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിലുള്ള ഈ ഒരു താപവ്യതിയാനം നേരെ 70-ൽ നിന്ന് 10-ലേക്കാവുന്ന ഒരു താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകാൻ കാരണമാകും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ ഇവ നശിച്ചു പോകും. ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം, മാംസം തുടങ്ങിയവ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് വലിയ ശീതീകരണികൾ ഉപയോഗിച്ചാണ്. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം, മാംസ്യം തുടങ്ങിയവ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് വലിയ ശീതീകരണികൾ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഒക്കെ ഉപയോഗിച്ചാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കുക. മത്സ്യം വാങ്ങിയ ഉടനെ ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുന്നതിന്റെ ലക്ഷ്യം അതിൽ ചേർക്കുന്ന അമോണിയം ക്ലോറൈഡിന്റെ അംശം ഇല്ലാതാക്കാൻ. അപ്പൊ നമ്മൾ മത്സ്യം വാങ്ങിക്കഴിഞ്ഞാൽ മത്സ്യം നമ്മൾ നന്നായിട്ട് കഴുകിയാണ് ഉപയോഗിക്കുക. കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ അമോണിയം ക്ലോറൈഡ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിലൊക്കെ പോയാൽ നമുക്ക് വിവിധ രീതികളിൽ അതിന് ദോഷം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യം വാങ്ങിയ ഉടനെ ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുന്നതിന്റെ ലക്ഷ്യം ഈ ഒരു അമോണിയം ക്ലോറൈഡിന്റെ അംശം അതിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭ്യമാകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ അമോണിയം ക്ലോറൈഡ് ചേർക്കുക. അപ്പൊ നമ്മൾ ഐസ് നിർമ്മിക്കുമ്പോൾ ഈ ഒരു ഐസ് വേഗം ഘനീഭവിക്കാനും പിന്നെ താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് എന്നുള്ളത് തിരിച്ചറിയാം. പാക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ഐസ്, ബിസ്ക്കറ്റ് തുടങ്ങിയവയൊക്കെ പാക്കറ്റുകളിലാണ് വരുന്നത്. ഇത് കേടുകൂടാതെ ഇരിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് വായു കടക്കാത്ത വിധം പാക്ക് ചെയ്യുന്നു. ഉദാഹരണം ബിസ്ക്കറ്റ്, ബ്രെഡൊക്കെയാണ്. വായു നീക്കം ചെയ്ത് പാക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഈ കശുവണ്ടി, ബദാം, കശുവണ്ടി പരിപ്പ് തുടങ്ങിയവയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നില്ല, വായു ഉണ്ടാവില്ല. പാക്ക് ചെയ്ത ശേഷം ഇതെന്ത് ചെയ്യുന്നു, അണുവിമുക്തമാക്കിയിട്ട് മാറ്റുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാം. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ എന്ന് പറയുന്നത്. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കുവാൻ ചേർക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് പ്രിസർവേറ്റീവുകളാണ് എന്നുള്ളത് തിരിച്ചറിയാം. പാരമ്പര്യ പ്രിസർവേറ്റീവുകൾ എന്നറിയപ്പെടുന്നത് ഉപ്പ് ലായനിയാണ്. പാരമ്പര്യ പ്രിസർവേറ്റീവുകൾ അത് നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് എന്ന നിലയിലാണ് പാരമ്പര്യ പ്രിസർവേറ്റീവ് എന്ന് നമ്മൾ അതിനെ പറയുന്നത്. ഈ ഒരു പാരമ്പര്യ പ്രിസർവേറ്റീവ് എന്നറിയപ്പെടുന്നത് ഉപ്പ് ലായനിയാണ് എന്നുള്ളത് തിരിച്ചറിയാം. പരമ്പരാഗത പ്രിസർവേറ്റീവുകൾക്ക് പുറമേ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കളാണ് പൊട്ടാസ്യം സൾഫേറ്റ്, സോഡിയം ബെൻസോയേറ്റ് എന്നിവ. പരമ്പരാഗത പ്രിസർവേറ്റീവുകൾക്ക് പുറമേ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കളാണ് പൊട്ടാസ്യം സൾഫേറ്റ്, സോഡിയം ബെൻസോയേറ്റ് എന്നിവ. പരമ്പരാഗത പ്രിസർവേറ്റീവുകൾക്ക് പുറമേ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുക്കളാണ് പൊട്ടാസ്യം സൾഫേറ്റ്, സോഡിയം ബെൻസോയേറ്റ് എന്നിവ. ആഹാരവസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരവും ഇല്ലാത്തതുമായിട്ടുള്ള മറ്റു വസ്തുക്കൾ കലർത്തുന്നത് മായം ചേർക്കൽ എന്നാണ് നമ്മൾ പറയുക. ഇപ്പൊ നമ്മൾ മുളക് പൊടീൻ്റെ കൂടെ ഇഷ്ടിക ചേർക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ മുളക് പൊടീൻ്റെ കൂടെ ഇഷ്ടിക ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. ഇതിനെ നമ്മൾ എന്താ പറയുക, മായം ചേർക്കൽ എന്ന് പറയും.
ആഹാരവസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ മറ്റു വസ്തുക്കളെ കലർത്തുന്നത് മായം ചേർക്കൽ എന്നാണ് പറയുക. ഈ ഒരു മായം ചേർക്കലിന് ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ പാലിൽ വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർക്കുന്നത് മായം ചേർക്കലാണ്. കാപ്പിപ്പൊടിയിൽ പുളിങ്കുരുവിന്റെ തോട് പൊടിച്ച് ചേർക്കുന്നത് മായം ചേർക്കലാണ്. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങളെ നീക്കം ചെയ്യുന്നത് എന്താണ്? മായം ചേർക്കലാണ്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് പറയാൻ കഴിയും. പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. പാലിന്റെ ശുദ്ധത നമ്മൾ പാലൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു പാല് കുറച്ചൊരു സാമ്പിളായിട്ട് എടുത്ത് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ബോട്ടിൽ പോലത്തെ ഒരു ഇതിൽ വെച്ചിട്ട് അവർ പരിശോധിക്കും. അപ്പൊ ഈ പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാക്ടോമീറ്റർ ആണ് എന്നുള്ളത് തിരിച്ചറിയാം. അന്നജത്തിൽ അയഡിൻ ലായനിയുടെ നിറം നീലയാണ്. അന്നജത്തിൽ അയഡിൻ ലായനിയുടെ നിറം എന്താണ് എന്ന് ചോദിച്ചാൽ നീല നിറമാണ്. അന്നജത്തിൽ അയഡിൻ ലായനിയുടെ നിറം നീല. അന്നജത്തിൽ അയഡിൻ ലായനിയുടെ നിറം നീല. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള നിയമമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് 2006 നിയമം എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ നിയമമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് 2006. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിയമം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2006ലാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ച വർഷം 2011ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പരിഷ്കരിച്ച വർഷം 2011. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നമ്മൾ റേഷൻ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കൊടുക്കുന്ന അരികളിലൊക്കെ ഇവരുടെ സിമ്പിളൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പാക്കറ്റുകൾ വാങ്ങിയാലും അതിൽ ഈ ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAIയുടെ മാർക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്ര അഗ്മാർക്കാണ്. അഗ്മാർക്കാണ് നമ്മുടെ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്ര. നമ്മൾ ഈ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങളൊക്കെ വിവിധങ്ങളായിട്ടുള്ള പാക്കറ്റുകളിലാക്കി കഴിഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് അഗ്മാർക്ക് കാണാൻ കഴിയും എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതോടുകൂടി 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോഷ്യൽ സയൻസ് മുമ്പേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായിട്ടാണ് അടുത്ത ഭാഗത്ത് നമ്മൾ വരിക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെതായിട്ടുള്ള എഫേർട്ടുകളും ടൈമൊക്കെ ആവശ്യമാണ്. അപ്പം നമുക്ക് അതിലൊരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാവും, നമുക്കും അത് ഗുണമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇങ്ങനൊരു ചാനലുണ്ട്, ഇതിൽ SCRT കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കൂടെ കൊടുത്താൽ അത് കൂടുതൽ പേരിലേക്ക് റീച്ച് ആവാൻ എന്നെ സഹായിക്കും. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.